വിശദമായ റിപ്പോർട്ടുകൾ. മലപ്പുറം മണ്ണാർമലയിൽ വീണ്ടും പുലി ഇറങ്ങി. ഇന്ന് പുലർച്ചെയാണ് പുലിയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞത്. വിവരങ്ങളുമായി വിപിൻ സി വിജയനാണ് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് ചേരുന്നത്. വിപിൻ, ക്യാമറയിൽ വ്യക്തമാണ് പുലിയുടെ ദൃശ്യങ്ങൾ. ഇത് ഏത് മേഖലയിലാണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ വിപിൻ? ഉന്മേഷ്, മലപ്പുറം പെരിന്തൽമണ്ണയോട് ചേർന്നുള്ള പ്രദേശമാണ് മണ്ണാർമല. അവിടെയാണ് വീണ്ടും പുലി ഇറങ്ങിയിരിക്കുന്നത്. ഇതൊരു 6-7 മാസത്തിനിടയ്ക്ക് പലതവണയായി പുലിയുടെ ദൃശ്യങ്ങൾ ഇവിടെ പതിഞ്ഞതാണ്. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. പുലർച്ചെ 3:44 പുലി അവിടെ നിന്നും, അതായത് ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട് വനം വകുപ്പ്. അതിന് തൊട്ടടുത്തു കൂടി ഈ റോഡിന്റെ ഭാഗത്തേക്ക് പുലി ഇറങ്ങുന്നതും പിന്നീട് കുറച്ചു കഴിയുമ്പോൾ തന്നെ അത് തിരിച്ചു വരുന്നതും ഒക്കെ ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അപ്പോൾ ജനവാസ മേഖലയിലേക്ക്, അതായത് റോഡിലേക്കാണ് ഈ പുലി ഇറങ്ങുന്നത്. അതിനുശേഷം പുലി കയറി വരുന്നതും ഒക്കെ ദൃശ്യങ്ങളിൽ കൂടുതൽ വ്യക്തമാണ്. വനം വകുപ്പ് ഇവിടെ ഒരു കൂട് മാത്രമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഒരു കൂടിന് പുറമെ ഈ പുലിയെ പിടികൂടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് പലതവണയായി മണ്ണാർമല ആവശ്യമായിരുന്നു. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും ഉൾപ്പെടെയുള്ളവർ DFOയ്ക്കും ജില്ലാ കലക്ടറെയും നേരിട്ട് പോയി കണ്ടതാണ്. പക്ഷെ അതിലൊന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പുലി ഈ പ്രദേശം വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാവുന്നത്. അപ്പോൾ ആളുകളെ, അതായത് ദ്രുതകർമ്മസേനയെ എങ്ങോട്ടേക്ക് അയച്ച് പുലിയെ പിടികൂടാനുള്ള ഒരു നടപടി സ്വീകരിക്കണം എന്നുള്ള ഒരു ആവശ്യം ഇതുവരെയും അധികൃതർ ചെവിക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഒരു പ്രതിഷേധമായി തന്നെ ഉന്നയിക്കുന്നത്. ഈ കൂട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതിന് തൊട്ടടുത്തു കൂടി ഈ പുലി നടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24-ന് ലഭിച്ചിരിക്കുന്നത്. ഈ കൂട്ടിലേക്ക് പുലി കയറുന്നില്ല, പുറമെ തന്നെ അതിലൂടെ വിലസി നടക്കുന്നു എന്നുള്ളത് തന്നെ പറയാവുന്ന ഗുരുതരമായ സ്ഥിതിയാണ് ജനവാസ മേഖലയിൽ മണ്ണാർമലയിൽ ഈ സംഭവിക്കുന്നത്. ഉന്മേഷ്, മലപ്പുറം മണ്ണാർമലയിലാണ് വീണ്ടും പുലിയുടെ സാന്നിധ്യം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് പുലിയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞ് വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്കാര്യത്തിൽ നേതൃത്വത്തിന് ഉപതെരഞ്ഞെടുപ്പ് പേടി. രാഹുലിനെ രാജിവെപ്പിച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന് നേതൃത്വത്തിന് ആശങ്ക. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമ്മർദ്ദം ചെലുത്തി ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ BJP ശ്രമിക്കും എന്നാണ് ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. രാഹുലിന്റെ രാജി വേണമെന്ന നിലപാടുള്ളവർക്കും ഇതേ ആശങ്കയുണ്ട് എന്നാണ് സൂചന. 24 ബ്രേക്കിംഗ്. MG പ്രതീഷ് ഉണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ MLA സ്ഥാനം രാജിവെക്കണം രാഹുൽ എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായി അറിയുന്നുണ്ടല്ലോ. അതിനിടയിൽ കൂടിയാണോ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടന്നാൽ അത് വലിയ തിരിച്ചടിയാകുമെന്നുള്ള ആശങ്ക ഉയരുന്നത്? പ്രതീഷ്, ഉന്മേഷ, ഗുരുതരമായ ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നപ്പോൾ ഏറ്റവും കൂടുതൽ രാജി ആവശ്യം ശക്തമാക്കിയത് പാർട്ടിക്കുള്ളിൽ തന്നെയാണ്. അത് പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കൾ രാഹുൽ രാജിവെക്കണമെന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഈ നിലപാട് AICC നേതൃത്വത്തെ നേതാക്കൾ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ആ ഘട്ടത്തിലും കോൺഗ്രസിന് ചില ആശങ്കകളുണ്ട്. ഒരുപക്ഷെ സമ്മർദ്ദത്തിന് വഴങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ ചിലപ്പോൾ അതൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമോ എന്നുള്ള ആശങ്കയാണ് നേതാക്കൾക്കുള്ളത്. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാവുകയും BJPക്ക് അത് നേട്ടമുണ്ടാക്കുകയും ചെയ്താൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയാകുമെന്ന ഒരു വിലയിരുത്തലാണ് നേതാക്കൾക്കുള്ളത്. ഏതെങ്കിലും തരത്തിൽ BJP തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമ്മർദ്ദപ്പെടുത്തി ഒരു ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കാനുള്ള ഒരു സാധ്യതയും നേതാക്കൾ മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന ഒരു ആശങ്ക നേതാക്കൾക്കിടയിലുണ്ട്. എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അതിൽ BJP നേട്ടമുണ്ടാക്കുമെന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് വലിയ വിഭാഗം നേതാക്കൾക്കുമുള്ളത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ BJP വോട്ട് ശതമാനത്തിൽ ഉൾപ്പെടെ വലിയ നേട്ടമുണ്ടാക്കിയ മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ അത് തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസും കരുതുന്നുണ്ട്. പക്ഷേ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന നിലപാട് തന്നെയാണ് പ്രതിപക്ഷ നേതാവിനുള്ളത്. ഒരുപക്ഷെ രാഹുൽ രാജിവെച്ചില്ലെങ്കിലും അതും കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന ഒരു വിഭാഗം നേതാക്കൾ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. കാരണം തനിക്കെതിരെ കേസില്ല, കുറ്റപത്രമില്ല എന്നുള്ള വാദങ്ങളാണ് രാഹുൽ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്. പക്ഷേ ആ സാങ്കേതിക വാദങ്ങൾ ഉന്നയിച്ചാൽ പോലും അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് നേതാക്കൾ പറയുന്നുണ്ട്. കാരണം രാഹുൽ ഉൾപ്പെടുന്ന ഒരു ടീമിനെ മുൻനിർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് VD സതീശനുള്ളത്. മാത്രമല്ല
മാത്രമല്ല വരും ദിവസങ്ങളിൽ രാഹുലിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ, കൂടുതൽ യുവതികൾ പരാതികളുമായി വരാനുള്ള ഒരു സാധ്യതയും നേതൃത്വം തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു നടപടി അല്ലെങ്കിൽ ഒരു തീരുമാനം എത്രയും വേഗം ഉണ്ടാകണമെന്നതാണ് ഒരു വിഭാഗം പറയുന്നത്. പക്ഷേ അപ്പോഴും ഷാഫി പറമ്പിൽ ഉൾപ്പെടുന്ന വിഭാഗം രാഹുലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. കാരണം നിലവിൽ FIR-ഉം കുറ്റപത്രവുമുള്ള ജനപ്രതിനിധികൾ നിയമസഭയിൽ ഉൾപ്പെടെയുണ്ട്. ആ ഘട്ടത്തിൽ ആരോപണങ്ങളുടെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടെന്ന നിലപാടാണ് ഷാഫി പറമ്പിലും ഉള്ളത്. ഒപ്പം അതേ നിലപാട് തന്നെയാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനുമുള്ളത്. കാരണം ഇന്നലെ രാഹുൽ വാർത്താ സമ്മേളനം ആദ്യം വിളിച്ചിരുന്നെങ്കിലും അതിൽ രാജി ഉണ്ടാകുമോ എന്നുള്ള ചില വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ അപ്പോഴും ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് മുതിർന്നത്. പക്ഷേ ആ വാർത്താ സമ്മേളനം നടത്തിയാൽ അത് ഇരകളെ കൂടുതൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് പോയാൽ അത് വീണ്ടും തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലിൽ നേതാക്കൾ ഇടപെട്ടാണ് ആ വാർത്താ സമ്മേളനം റദ്ദാക്കിയിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച വലിയ പുലിവാലാണ് ഇപ്പോഴുള്ളത്. കാരണം രാഹുൽ രാജിവെച്ചാൽ ഉണ്ടാകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പെന്ന ഒരു ആശങ്ക കോൺഗ്രസിൽ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ രാജിവെച്ചില്ലെങ്കിൽ അതും തിരിച്ചടിയാകുമെന്ന ആശങ്കയും കോൺഗ്രസിനുണ്ട്. പ്രതീക്ഷ അത് തന്നെയാണ്. കാരണം കോൺഗ്രസിൽ ഇപ്പോഴും രാഹുലിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ പരാതിക്കാരായി വരുന്നവർക്ക് നേരെ ഉണ്ടാകുന്ന സൈബർ ആക്രമണങ്ങളൊക്കെ അതാണല്ലോ തെളിയിക്കുന്നത്. 2, രാഹുലിനെതിരായ ഒരു പക്ഷമുണ്ട്, ചെയ്തത് തെറ്റാണെന്ന് വാദിക്കുന്ന ഒരു വിഭാഗം. ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ മറുവശത്ത് പ്രതിപക്ഷം അടക്കം ഉയർത്തുന്ന ആരോപണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജി എന്ന സമ്മർദ്ദം കൂടുന്നു. പുതിയ നേതാക്കൾ തന്നെ ഇപ്പോൾ രാഹുൽ പഠിക്കുന്ന കാലത്ത്, ഡൽഹിയിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഇത്തരം പ്രവണതകൾ ഉണ്ടായിരുന്നുവെന്ന് CPI നേതാവ് ആനി രാജ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ സമ്മർദ്ദം വരുമ്പോൾ കോൺഗ്രസിന്റെ ഒരു നീക്കം ഇനി എന്തായിരിക്കും? ക്രിസ്റ്റീന, ഇതുമായി ബന്ധപ്പെട്ട വലിയ കൂടിയാലോചനകൾ കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. ഇന്നലെയും നേതാക്കൾ ഒപ്പം AICC നേതൃത്വം സംസ്ഥാന നേതാക്കളുമായി ബന്ധപ്പെടുന്നുണ്ട്. ഇതിൽ സംസ്ഥാന നേതൃത്വം ഒരു നിലപാട് സ്വീകരിക്കട്ടെ എന്നതാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. പക്ഷേ അത് ഏത് തീരുമാനം എടുക്കുമെന്നുള്ളൊരു ആശങ്കയാണ് നിലവിൽ സംസ്ഥാന നേതൃത്വത്തിനുമുള്ളത്. കാരണം ഇപ്പോൾ നിലവിൽ പരാതികളില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വാദം അല്ലെങ്കിൽ ഒരു ആശ്വാസം മാത്രമാണ് പാർട്ടിക്കും രാഹുലിനും ഉള്ളത്. പക്ഷേ വരും ദിവസങ്ങളിൽ അതൊരു പരാതികളിലേക്ക് പോകാനുള്ള സാധ്യതയും നേതൃത്വം തള്ളിക്കളയുന്നില്ല. അത്തരത്തിൽ വൈകി ഉണ്ടാകുന്ന തീരുമാനത്തെക്കാൾ എത്രയും വേഗം ഈ രാജി വച്ചാൽ അത് പാർട്ടിക്ക് തന്നെ നേട്ടമുണ്ടാക്കും. അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഗുരുതരമായ ആരോപണങ്ങൾ സ്ത്രീകൾ തന്നെ ഉന്നയിക്കുമ്പോൾ അതിൽ കാര്യക്ഷമമായി നടപടിയെടുത്താൽ അത് പാർട്ടിക്ക് തന്നെയാകും നേട്ടമെന്നതാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ വാദിക്കുന്നത്. പക്ഷേ അപ്പോഴും രാജിവെക്കാൻ ഒട്ടും തയ്യാറല്ല എന്നുള്ളൊരു നിലപാട് കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ രാജി ആവശ്യത്തിൽ VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉറച്ചു നിൽക്കുകയാണ്. ഹൈക്കമാൻഡിനെ അടക്കം ഇക്കാര്യം നേരത്തെ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്ത് സംസാരിച്ചപ്പോൾ ഈ വിഷയം രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതോടുകൂടി തന്നെ ഈ വിഷയം അവസാനിച്ചു എന്നതാണ് ഈ ദീപാദാസ് മുൻഷി പ്രതികരിച്ചത്. പക്ഷേ ആ പ്രതികരണത്തിൽ ഉൾപ്പെടെ VD സതീശൻ വിയോജനം അറിയിച്ചു, അല്ലെങ്കിൽ ഒരു വിയോജിപ്പ് അറിയിച്ചു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ശക്തമായ നടപടി വേണം. അത് പരസ്യമായി തന്നെ VD സതീശൻ പ്രതികരിക്കുകയും ചെയ്തു. വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോടും പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു നടപടി വേണം. അത് രാഹുൽ തന്നെ ധാർമ്മികമായി അത്തരത്തിലൊരു തീരുമാനം എടുക്കണം എന്നതാണ് കോൺഗ്രസും ആഗ്രഹിക്കുന്നത്. പക്ഷേ അപ്പോഴും ഒരു ഷാഫി പറമ്പിലിന്റെ ഉൾപ്പെടെ പിന്തുണ രാഹുലിനുണ്ട്. എന്തായാലും ഈ വരും ദിവസങ്ങൾ രാഹുലിനെ സംബന്ധിച്ച് നിർണായകമാണ്. കാരണം ബാലാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഇതിൽ പോലീസിന്റെ റിപ്പോർട്ട് കൂടി വരുന്നതോടുകൂടി രാഹുൽ പ്രതിരോധത്തിലാകുമോ, അല്ലെങ്കിൽ ഈ ഏതെങ്കിലും തരത്തിൽ ഒരു രാജിക്ക് പോകേണ്ടതില്ല എന്നുള്ള തരത്തിൽ റിപ്പോർട്ട് ഉണ്ടാകുമോ എന്നതാണ് കോൺഗ്രസും ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. ഉന്മേഷ്, MG പ്രതീക്ഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. രാജിവെക്കില്ലെന്ന നിലപാടിൽ ഉറച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇതുവരെ പാർട്ടി രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് രാഹുലുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരം. വിവാദങ്ങൾ കെട്ടടങ്ങും വരെ അടൂരിലെ വീട്ടിൽ തുടരാനാണ് രാഹുലിന്റെ തീരുമാനം. EV ജയശങ്കർ ഉണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലപാട്?
ക്രിസ്റ്റീന, ഉന്മേഷ്, രാജി ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമാകുമ്പോഴും തൽക്കാലം രാജി വേണ്ടെന്ന നിലപാടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA യുടെ തീരുമാനം. കാരണം തനിക്കെതിരെ ഇതുവരെ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ വനിതാ കമ്മീഷൻ ഉൾപ്പെടെ എടുത്ത കേസ് അത് രാഷ്ട്രീയപരമായി ഉള്ള ഒരു കേസാണ്. അതിന് അത്തരത്തിലുള്ള CPM-ന്റെ ഉൾപ്പെടെ നിർദ്ദേശപ്രകാരമാണ് അത്തരമൊരു കേസിലേക്ക് പോയത്. അത് സ്വമേധയാ എടുത്ത കേസാണ്. അതിനപ്പുറത്തേക്ക് തനിക്കെതിരെ പോലീസ് സ്റ്റേഷനുകളിൽ എവിടെയും ഒരു ക്രിമിനൽ കേസും ഇല്ല. പിന്നെ എന്തിന് രാജി എന്നാണ് രാഹുൽ ചില നേതാക്കളോട് കഴിഞ്ഞ ദിവസം പോലും ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. തൽക്കാലം വിവാദങ്ങൾ കെട്ടടങ്ങും വരെ അടൂരിലെ വീട്ടിൽ തന്നെ തുടരുമെന്നാണ് രാഹുൽ പാലക്കാട് നിന്നുൾപ്പെടെ വന്ന നേതാക്കളോട് കഴിഞ്ഞ ദിവസം രാത്രി എന്തായാലും വ്യക്തമാക്കിയത്. വിവാദങ്ങൾ 4ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഈ 4 ദിവസവും അടൂരിലെ വീട്ടിൽ തന്നെയായിരുന്നു രാഹുൽ. പൊതുപരിപാടികൾ ഉൾപ്പെടെ കഴിഞ്ഞ 4 ദിവസങ്ങൾക്കിടെ രാഹുൽ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായി. വലിയ തോതിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് ഒരു വിഭാഗം രാഹുലിനെ എതിർക്കുകയും മറുവിഭാഗം രാഹുലിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഈ ചേരിതിരിവ് വ്യക്തവുമാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തൽക്കാലം രാജിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. രാഹുലിന്റെ വീട്ടിലേക്ക് ഉൾപ്പെടെ ഉള്ള പ്രതിഷേധങ്ങൾ എന്തായാലും തണുത്തിട്ടുണ്ട്. ആദ്യ ദിവസം മാത്രമാണ് രാഹുലിന്റെ വീട്ടിലേക്ക് വിവിധ സംഘടനകളുടെ പ്രതിഷേധം ഉണ്ടായത്. പിന്നീട് അത്തരം പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും വീടിന് മുന്നിലെ ബാരിക്കേഡ് ഉൾപ്പെടെ പോലീസ് എടുത്തു മാറ്റുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ വീട്ടിലേക്ക് പ്രതിഷേധങ്ങളില്ല. പക്ഷേ രാഹുലിന്റെ രാജി എന്നൊരു ആവശ്യം വളരെയധികം ശക്തമാണ്. അത് ഏറ്റവും ശക്തമായി ഉയരുന്നത് കോൺഗ്രസിൽ നിന്ന് തന്നെയാണ്. കോൺഗ്രസിൽ ഒന്നാമനെന്ന് തന്നെ പറയാവുന്ന VD സതീശൻ ഉൾപ്പെടെ രാഹുൽ രാജിവെക്കണം എന്നൊരു നിലപാടിലാണ്. പക്ഷേ രാജി എന്ന തീരുമാനത്തോട് രാഹുൽ ഇതുവരെ പൊരുത്തപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു രാജിയിലേക്കില്ല എന്നാണ് രാഹുലുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഉന്മേഷ്, AV ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മലബാറിലെ 3 ജില്ലകളിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ ആശങ്ക കൂടുന്നു. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ 6 പേരും വയനാട്ടിലെ ഒരാളുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത്. രോഗം സ്ഥിരീകരിച്ച പ്രദേശങ്ങളിലെ വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചെങ്കിലും ഇതുവരെ ഫലം ലഭിച്ചിട്ടില്ല. ഉറവിടം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തത് ആരോഗ്യവകുപ്പിന് പ്രതിസന്ധിയാകുന്നുണ്ട്. മിഥില ബാലൻ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. മിഥില, വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ആശങ്കയുണ്ട് ആരോഗ്യവകുപ്പിന്. പ്രത്യേകിച്ച് ഓരോ ദിവസവും രോഗികളുടെ എണ്ണം കൂടി വരുന്നു. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 7 പേരാണ് ചികിത്സയിലുള്ളത്. ഇന്നലെ രാത്രി ഒരാൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയ യുവാവിനാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇയാൾക്ക് എവിടെ നിന്നാണ് ഇത്തരത്തിൽ അസുഖം വന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഈ പറയുന്നത് പോലെ ഏതെങ്കിലും കുളത്തിലോ മറ്റോ കുളിച്ചിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പ്രാദേശികമായി അവിടെ അന്വേഷണം നടക്കുന്നുണ്ട്. സുൽത്താൻ ബത്തേരിയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് പ്രാദേശികമായി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഞാൻ പറഞ്ഞതുപോലെ 7 പേരാണ് ചികിത്സയിലുള്ളത്. അതിൽ അല്പം ആശ്വാസകരമായ ഒരു കാര്യം എന്നത് ICUവിലുണ്ടായിരുന്ന അന്നശ്ശേരി സ്വദേശിയ യുവാവിന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നു എന്നത് തന്നെയാണ്. 3 മാസം പ്രായമുള്ള കുഞ്ഞ് ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ 20 ദിവസത്തോളം അടുത്തായി ആ കുട്ടി വെന്റിലേറ്ററിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ നിലവിൽ പറയുകയാണെങ്കിൽ 3 കോഴിക്കോട് സ്വദേശികളും 3 മലപ്പുറം സ്വദേശികളും ഇപ്പോൾ ഇന്നലെ രാത്രി രോഗം സ്ഥിരീകരിച്ച വയനാട് സ്വദേശിയുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നത് ഈ പരിശോധനാ ഫലം എത്തിയിട്ടില്ല. പരിശോധനാ ഫലം എത്തിയാൽ മാത്രമേ എവിടെ നിന്നാണ് ഇത്തരത്തിൽ രോഗം വന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ കൂടുതൽ പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക്, ഉറവിടം കണ്ടെത്തിയാൽ മാത്രമേ ഉറവിടം നശിപ്പിച്ചുകൊണ്ടുള്ള കൂടുതൽ പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് ആരോഗ്യവകുപ്പിന് നീങ്ങാൻ കഴിയുകയുള്ളൂ. നിലവിൽ 3 മാസം പ്രായമുള്ള ആ കുഞ്ഞിന്റെ ഉറവിടം മാത്രമേ ആരോഗ്യവകുപ്പിന് അല്പമെങ്കിലും വ്യക്തമായിട്ടുള്ളൂ. അത് ആ കുഞ്ഞിന്റെ വീട്ടിലെ കിണറ്റിലാണ് അമീബയുടെ ഒരു സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. അന്ന് തന്നെ അവിടെ ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതുപോലെ രോഗം സ്ഥിരീകരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രാദേശികമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ, ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലെല്ലാം തന്നെ അവിടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഒരു ആശങ്ക എന്നത് ഇത്തരത്തിൽ കൃത്യമായ ഒരു ഉറവിടം കണ്ടെത്താൻ ഇതുവരെ കഴിയുന്നില്ല എന്നത് തന്നെയാണ്. ഉന്മേഷ്, ക്രിസ്റ്റീന. കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത് മിഥില ബാലനാണ്. കോഴിക്കോട് കുറ്റ്യാടിയിൽ കാർ കടവരാന്തയിലേക്ക് പാഞ്ഞുകയറി 2 പേർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരമാണ്. റോഡരികിൽ നിർത്തിയിട്ട 2 ബൈക്കുകളിലും കാർ ഇടിച്ചു. ഞാൻ ഷോപ്പ് കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നു. അവിടെ ഒരു കാറുകാരൻ വന്ന് ഒരു സ്കൂട്ടി ഇടിച്ച്, സ്കൂട്ടി തെറിച്ച് എൻ്റെ മേത്ത് വീണ് ഇപ്പം അവിടെ പോകുന്നു. ചെറിയൊരു മുറിവുണ്ട്, വേറെ പ്രശ്നമുണ്ട്. മറ്റേയാൾക്ക് തലക്ക് ചെറിയ ബ്ലീഡിങ് ഉണ്ട്. അല്ല, കാറ് ഒരു ബെരുത്ത് വന്നിട്ട് ഇതെല്ലാം അടിച്ച് പൊളിച്ച് ഒരാളിവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾക്കും പരിക്കായി. പിന്നെ ആടുന്ന് ഭക്ഷണം കഴിച്ച ഒരാളിങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു, ചെറിയൊരു പിള്ളേൻ. അങ്ങനെ അയാളെ ഇടിച്ച് ആടെ ബ്ലഡെല്ലാം ഉണ്ടായിരുന്നു. അയാളെ തല അപ്പാട് അടിച്ച് പോയി.
മിഥില ബാലനുണ്ട് ഇപ്പോൾ കോഴിക്കോട് വിവരങ്ങളുമായി. മിഥില, ഇത് എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ മിഥില? ഉന്മേഷ്, ഇന്നലെ രാത്രി 11 മണിക്കാണ് ഈ ഒരു അപകടം ഉണ്ടായത്. കുറ്റ്യാടി ടൗണിൽ മരുതോങ്കര റോഡിലാണ് ഈ ഒരു സംഭവം. കടവരാന്തയിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു. അങ്ങനെയാണ് 2 പേർക്ക് പരുക്കേറ്റുള്ളത്. ഇതിൽ ഒരാളുടെ തലയ്ക്കാണ് പരിക്കുള്ളത്. ഇത് അല്പം ഗുരുതരം എന്ന വിവരം തന്നെയാണ് ലഭ്യമായിട്ടുള്ളത്. ഇയാൾ നടന്നു വരുമ്പോഴാണ് ഇത്തരത്തിൽ കാർ ഇടിച്ചു തെറിപ്പിച്ചത്. വയനാട് തരുവണ സ്വദേശി നൂറുദ്ദീൻ 37 വയസ്സ്, ഇയാൾക്കാണ് ഇത്തരത്തിൽ ഗുരുതരമായി തലയ്ക്ക് പരിക്കേറ്റുള്ളത്. കുറ്റ്യാടി ടൗണിൽ മലഞ്ചരക്ക് കടയിൽ തൊഴിലാളിയായ നൂറുദ്ദീൻ ഭക്ഷണം കഴിഞ്ഞ് നടന്നു പോകുമ്പോഴാണ് ഈ ഒരു ഇത്തരത്തിൽ കാർ ഇടിച്ചത്. മറ്റൊരാൾ ഈ ഒരു കട വരാന്തയിൽ നിൽക്കുകയായിരുന്നു. ഏറ്റവും ആശ്വാസകരം അല്ലെങ്കിൽ അവിടുന്ന് ആ സമയത്തുണ്ടായിരുന്ന ആളുകളുടെ പ്രതികരണം എന്നത് വലിയ വേഗത്തിലാണ് ഈ കാർ എത്തിയത്. ഒരുപാട് പേർ അവിടെ ഉണ്ടായിരുന്നു. തലനാരിഴയ്ക്കാണ് ഇവരെല്ലാം രക്ഷപ്പെട്ടത് എന്ന് പറയുന്നു. അവിടെ നിന്നും നിർത്താതെ പോയ കാർ പിന്നീട് ആ ഒരു പാലത്തിനപ്പുറം വെച്ച് ടയർ തകരാറായതിനെ തുടർന്ന് നിർത്തുകയായിരുന്നു. ഈ കാറിലുണ്ടായിരുന്ന ആളുകൾ ഓടി രക്ഷപ്പെട്ടു. അവിടെയുള്ള ആളുകൾ പരാതി പറയുകയും തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇവർ ആരാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഇവരെല്ലാവരും തന്നെ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ട്. ഏതെങ്കിലും ലഹരിയിലായിരുന്നോ മദ്യലഹരിയിലായിരുന്നോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ്. എന്തുതന്നെയായാലും ഇന്നലെ രാത്രി 11 മണിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഈ ഒരു ഏരിയയിൽ ഇത്തരം സംഭവം അടിക്കടി ഉണ്ടാകുന്നു എന്ന ഒരു പ്രതികരണമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നും നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഉന്മേഷ്, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ പുരോഗമിക്കുന്നു. 8ാം ദിനമായ ഇന്ന് കതിഹാറിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന യാത്ര ഇന്ന് വൈകിട്ട് അരാരിയയിലെ പൊതുസമ്മേളനത്തോടെ അവസാനിക്കും. വിനീത വിജിയുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, രാഹുലിന്റെ യാത്ര തുടരുന്നു. ഇന്ത്യ സഖ്യ നേതാക്കൾ ഇന്നും യാത്രയുടെ ഭാഗമാകുന്നുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ വിനീത? തീർച്ചയായും ഉന്മേഷ്, ഇന്നും ഇന്ത്യ സഖ്യത്തിലെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ യാത്രയുടെ ഭാഗമാകും. തേജസ്വി യാദവ് യാത്ര തുടങ്ങിയത് മുതൽ രാഹുൽ ഗാന്ധിക്കൊപ്പമുണ്ട്. ഇന്ന് വോട്ടറധികാർ യാത്രയുടെ 8ാം ദിനമാണ്. 8ാം ദിനമായി ഇന്ന് കതിഹാറിൽ നിന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് യാത്ര ആരംഭിക്കുന്നത്. വിവിധ മേഖലകളിലൂടെ കടന്നുപോകുന്ന യാത്ര വൈകിട്ട് 7:30 അരാരിയയിലെ പൊതുസമ്മേളനത്തോടു കൂടിയാണ് അവസാനിക്കുക. അതിനിടയിൽ ഇന്ന് 11:30 അരാരിയയിൽ നേതാക്കൾ മാധ്യമങ്ങളെ കൂടി കാണുന്നുണ്ട്. ദിവാങ്കർ ഭട്ടാചാര്യ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഈ മാധ്യമങ്ങളെ കാണുമ്പോൾ രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. BJPക്കെതിരെയും ഒപ്പം അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ഒക്കെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടറധികാർ യാത്ര ബീഹാറിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലൂടെ പുരോഗമിക്കുന്നത്. ആ യാത്രയ്ക്ക് വലിയ ജനപിന്തുണ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് അരാരിയയിലാണ് ഈ യാത്ര എത്തുന്നത്. അരാരിയെ സംബന്ധിച്ചിടത്തോളം ഈ അതിർത്തിയൊക്കെ പങ്കിടുന്ന മേഖലയാണ് ബീഹാറിലെ. അതുകൊണ്ട് തന്നെ അവിടെ ഇതിനോടകം നിരവധി പ്രശ്നങ്ങൾ, ഈ വോട്ടർ ലിസ്റ്റിൽ നിന്ന് നിരവധി ആളുകൾ പുറത്തായതൊക്കെ ആയിട്ടുള്ള ചില റിപ്പോർട്ടുകളൊക്കെ ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇത്തരത്തിലേക്ക് ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾ ഉള്ള ഒരു മേഖലയാണ് ഈ അരാരിയ. അരാരിയയിലേക്കാണ് ഇന്ന് ഈ യാത്ര എത്തുന്നത് എന്നതുകൂടി ഒരു പ്രത്യേകതയാണ്. ഇതിനുശേഷം നാളെയും വോട്ടറധികാർ യാത്ര തുടരും. അതിനുശേഷം ഒരു ദിവസത്തേക്കൊരു ഇടവേള എടുത്തതിന് ശേഷമായിരിക്കും വീണ്ടും യാത്ര പുരോഗമിക്കുക. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ മുതിർന്ന നേതാക്കൾ, ഒപ്പം തന്നെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഈ യാത്രയുടെ ഭാഗമാകും. 27-ന് സ്റ്റാലിൻ യാത്രയുടെ ഭാഗമാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സിദ്ധരാമയ്യൊക്കെ യാത്രയുടെ ഭാഗമാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് ഇന്ത്യ സഖ്യം വലിയ ഒരു പിന്തുണ തന്നെയാണ് നൽകുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഗ്രാമീണ മേഖലകളിലൂടെയും നഗരമേഖലകളിലൂടെയും ഒക്കെ യാത്ര കടന്നു പോകുമ്പോൾ ബീഹാറിലെ ജനങ്ങളും യാത്രയ്ക്ക് വലിയ പിന്തുണ നൽകി ഒപ്പം നിൽക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉന്മേഷ്, വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഡൽഹിയിൽ പണി കഴിപ്പിച്ച മുസ്ലിം ലീഗിന്റെ ദേശീയ ആസ്ഥാന മന്ദിരം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 30 കോടി ചെലവിട്ട് ആധുനിക സൗകര്യത്തോടെ നിർമ്മിച്ച ആസ്ഥാന മന്ദിരം ഖായിദെ മില്ലത്ത് സെന്റർ എന്ന് അറിയപ്പെടും. ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിൽ ഇന്ത്യ സഖ്യ നേതാക്കളും പങ്കെടുക്കും. അഞ്ച് നിലകളിലായിട്ടാണ് ഖായിദെ മില്ലത്ത് സെന്റർ ദരിയാഗഞ്ചിൽ പണികഴിപ്പിച്ചിട്ടുള്ളത്. നിർമ്മാണം രാജസ്ഥാനിൽ നിന്നുള്ള ചുവന്ന കല്ലുകൾ ഉപയോഗിച്ച്. 3 വശങ്ങളുള്ള ലഞ്ചിക്കുലാർ ഹസാഡാണ് കെട്ടിടത്തിന്റെ പ്രധാന ആകർഷണം. 10 സെക്കൻഡിലൊരിക്കൽ ചലിക്കുന്ന ഹസാഡിൽ ദേശീയ പതാക, മുസ്ലിം ലീഗിന്റെ പാർട്ടി പതാക, ഓഫീസ് അഡ്രസ് എന്നിവ തെളിയും. ഇതിനു പുറമെ യോഗങ്ങളും മറ്റു പരിപാടികളും നടത്തുന്നതിനുള്ള ചെറുതും വലുതുമായ നിരവധി ഹാളുകളും വർക്ക് സ്പേസുകളും കെട്ടിടത്തിലുണ്ട്.
പാർട്ടി രൂപീകരിച്ച് 78-ാം വർഷത്തിൽ ദേശീയാസ്ഥാനം ചെന്നൈയിൽ നിന്ന് ദില്ലിയിലേക്ക് മാറുമ്പോൾ ലീഗിന്റെ മനസ്സിലുള്ളത് വലിയ ലക്ഷ്യങ്ങൾ. കേരളത്തിനും തമിഴ്നാട്ടിനും പുറത്തേക്ക് പാർട്ടിയുടെ പ്രാതിനിധ്യം വളർത്തുക, കരുത്തുകൂട്ടുന്ന ഇന്ത്യ മുന്നണിയിലെ മുന്നണി പോരാളിയാവുക. ഓരോ മുസ്ലിം ലീഗുകാരൻ്റെയും പങ്കാളിത്തം എന്ന് തന്നെ പറയാം ഈ ഓഫീസ് നിർമ്മാണത്തിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നാഷണൽ കമ്മിറ്റി ഓഫീസിനും ആ ഒരു പങ്കാളിത്തം വേണം എന്ന് നാഷണൽ കമ്മിറ്റി തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്രൗഡ് ഫണ്ടിങ് തന്നെ ഞങ്ങൾ തുടക്കം കൊടുക്കുകയും അത് വലിയ വിജയമായി മാറുകയും ചെയ്തു. ദേശീയ തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനോടൊപ്പം മുസ്ലിം ലീഗിന്റെ സാമൂഹിക, വിദ്യാഭ്യാസ, ജീവകാരുണ്യ, നിയമസഹായ പ്രവർത്തനങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് ശ്രമം. 24 ഡൽഹി. ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായുള്ള സംയുക്ത എയർ ഡ്രോപ്പ് പരീക്ഷണം ഉടൻ നടക്കും. ശ്രീഹരിക്കോട്ടയ്ക്കടുത്ത് ബംഗാൾ ഉൾക്കടലിലാണ് പരീക്ഷണം. ISROയും ഇന്ത്യ വ്യോമ നാവികസേനയും സംയുക്തമായാണ് പരീക്ഷണം നടത്തുന്നത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് സ്മിത ഹരിദാസാണ് ചേരുന്നത്. സ്മിത, ഗുഡ് മോർണിംഗ്. 2027 മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുക എന്ന് പറയുന്ന ആ ഒരു ദൗത്യം, അതിന്റെ ഭാഗമായി നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട പരീക്ഷണത്തിന് ISRO ഒരുങ്ങുകയാണല്ലോ. അപ്പോൾ നമ്മൾ ആ ദൗത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കാനുള്ള ഒരു ചുവടുവെപ്പായിട്ടുണ്ട് അല്ലേ? അതെ ക്രിസ്റ്റിന, ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ സൂര്യോദയ സമയത്താണ് ഇത്തരം പരീക്ഷണങ്ങൾ നടക്കുക. പാരച്യൂട്ടിന്റെ ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് എന്നാണ് ഈ പരീക്ഷണത്തിന് പറയുന്നത്. പാരച്യൂട്ടുകളുടെ പ്രവർത്തനക്ഷമത അത് പരീക്ഷിക്കുക. ഇതിന് 2-3 പ്രാവശ്യം മുൻപും ഇത്തരത്തിലുള്ള പരീക്ഷണം നടത്താനിരുന്നു എങ്കിൽ പോലും കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ അത് മാറ്റിവെക്കേണ്ടതായി വന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പരീക്ഷണം വളരെ നിർണായകമാണ്. ഗഗൻയാൻ നമ്മുടെ അഭിമാന ദൗത്യമാണ്. അതിനുള്ള പരീക്ഷണങ്ങൾ, ഒരുപാട് പരീക്ഷണങ്ങൾ, 100 പരീക്ഷണങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ പരീക്ഷണം എന്നറിയുക. പക്ഷെ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പേടകം, ബഹിരാകാശ പേടകം, അതിൻ്റെ ഒരു മൊഡ്യൂൾ, ക്രൂ മൊഡ്യൂൾ, അത് 4-5 കിലോമീറ്റർ ഉയരത്തിൽ ശ്രീഹരിക്കോട്ടയ്ക്ക് അടുത്തുള്ള ബേ ഓഫ് ബംഗാളിന്റെ, ബംഗാൾ ഉൾക്കടലിന്റെ മുകളിൽ പോയി 4-5 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ആ പേടകം താഴേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അതൊരു റോക്കറ്റ് അല്ല ഉപയോഗിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിനോക്ക് ഹെലികോപ്റ്ററാണ് ഉപയോഗിക്കുന്നത്. അത് ഒരു 4500 കിലോഗ്രാം ഭാരം, അത് അതിൻ്റെ ഒരു ഡമ്മി പോലെയാണ് ഉണ്ടാവുക. അത് താഴേക്കിടുമ്പോൾ ഒരു സീരീസ് ഓഫ് പാരച്യൂട്ടുകൾ അതിലുണ്ട്. ആ പാരച്യൂട്ടുകൾക്ക് മുകളിലുള്ള കവർ അത് വേർപെടണം. അത് കഴിഞ്ഞ് ഈ പാരച്യൂട്ടുകൾ ഘട്ടം ഘട്ടമായി അത് തുറക്കണം. അത് തുറക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാങ്കേതിക പിഴവ് വന്നാൽ അത് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഒരു പരീക്ഷണം, അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഘട്ടം ഘട്ടമായി തുറക്കേണ്ടത് കൃത്യമായി തുറന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിലധികമോ പാരച്യൂട്ടുകൾ തുറന്നില്ലെങ്കിൽ അത് ഏത് രീതിയിൽ പരിഹരിക്കണം, അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയും അടുത്ത പരീക്ഷണങ്ങളിലേക്ക് കടക്കുന്നതിനു വേണ്ടിയാണ് ഈ പരീക്ഷണം നടത്തുന്നത്. ഇന്ന് രാവിലെ അത് ISRO ഉണ്ട്, ഇന്ത്യയുടെ നാവികസേന അവിടെ തയ്യാറായിരിക്കുന്നുണ്ട്. കാരണം ഇത് താഴേക്കിടുന്ന ഈ പേടകത്തെ നാവികസേനയുടെ ബോട്ടുകൾ വന്ന് അവിടെ നിന്ന് എടുക്കുന്നു. അത് ഒരു ഷിപ്പിൽ ഘടിപ്പിച്ചിട്ടുള്ള വലിയൊരു ഷിപ്പ്, അന്വേഷ് എന്ന ഷിപ്പാണ്, ആ നാവികസേനയുടെ ഷിപ്പാണ്. അത് ആ വെസലിൽ നിന്ന് ഘടിപ്പിച്ചിട്ടുള്ള ക്രെയിനിലേക്ക് ഇത് ഘടിപ്പിച്ച് അങ്ങോട്ടേക്ക് ഷിപ്പിന്റെ ഡക്കിലേക്കാണ് ഈ പേടകത്തെ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ആ രീതിയിൽ കൃത്യമായി സുഗമമായി തന്നെ ഒരു ഡമ്മി പരീക്ഷണമാണ് ഇന്ന് നടക്കുക. വളരെ നിർണായകമാണ്. മുൻപ് 1-2 വട്ടം നടത്താൻ കഴിഞ്ഞില്ല, കാലാവസ്ഥ പ്രതികൂലമായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ഘട്ടം തീർച്ചയായിട്ടും 6 മണിക്ക് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഗഗൻയാനുമായി ബന്ധപ്പെട്ട് നിരവധി പരീക്ഷണങ്ങൾ നടക്കുന്നു. പലതും അത് സീക്രട്ട്, രഹസ്യമായി തന്നെയാണ് നടക്കാറുള്ളത്. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ മാത്രമാണ് ഒരു ഓപ്പൺ സ്പേസിൽ നടക്കുക. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷണം തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം, അതിന്റെ കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് അല്പസമയത്തിനകം ലഭിക്കും എന്നാണ് കരുതുന്നത്. ശരി, ന്യൂസ് ഡെസ്കിൽ നിന്ന് സ്മിത ഹരിദാസാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇപ്പോൾ ഒരു അപകട വാർത്ത വരുന്നുണ്ട്. ഇരുചക്ര വാഹനത്തിൽ പിക്കപ്പ് വാൻ ഇടിച്ച് മധ്യവയസ്കൻ മരിച്ചു എന്നൊരു വാർത്ത. കീഴ്മാട് സ്വദേശി കാസിമാണ് മരിച്ചത്. ഇന്ന് രാവിലെ ആലുവ തോട്ടുമുഖത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായത് എന്ന് നിതിൻ അംബുജൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൊച്ചി ബ്യൂറോയിൽ നിന്ന്. കോഴിക്കോട് രാമനാട്ടുകരയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ മുഖ്യപ്രതിയെ ഇനിയും പിടികൂടാനായിട്ടില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി. പെൺകുട്ടിയെ ഒരു ദിവസം പാർപ്പിച്ച സ്ഥലത്തെ CCTV ഹാർഡ് ഡിസ്ക് പ്രതി കിണറ്റിലെറിഞ്ഞിരുന്നു. ഇന്നലെ പോലീസ് സംഘം അത് കണ്ടെടുത്തു. ഇന്ന് ഹാർഡ് ഡിസ്ക് സൈബർ സെല്ലിന് കൈമാറും. മിഥില ബാലനുണ്ട് കോഴിക്കോട് നിന്ന്. മിഥില, ഈ പ്രതി എവിടെയെന്നത് സംബന്ധിച്ച് ഒരു സൂചനയുമില്ലേ പോലീസിന്? മിഥില, നിലവിൽ അങ്ങനെയാണ് ലഭ്യമാവുന്ന വിവരം. പ്രതി ഒളിവിലാണ്, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ഇത്തരത്തിൽ
പ്രതി ഒളിവിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ പ്രതിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. പക്ഷേ സൂചനയൊന്നും ലഭിച്ചിട്ടില്ല. പ്രതിയുടെ ഒരു സുഹൃത്ത്, അന്ന് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് കസ്റ്റഡിയുണ്ട്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നുണ്ട് പോലീസ്. ഇതിൽ നിന്ന് എന്തെങ്കിലും വിവരം ലഭിക്കും എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനം എന്നത് ഇന്നലെ ഒരു CCTV ഹാർഡ് ഡിസ്ക് കിണറ്റിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഇന്ന് സൈബർ സെല്ലിന് കൈമാറും. അതിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ ലഭിക്കുമോ എന്ന ഒരു പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുണ്ട്. ഇന്നെന്തായാലും അത്തരത്തിലുള്ള ഒരു പരിശോധന ആയിരിക്കും നടക്കുക. കാരണം സൈബർ സെല്ല് ഇതിൽ നിന്നും എന്തെങ്കിലും ലഭിക്കുമോ, അല്ലെങ്കിൽ ഈ അന്ന് ആ മുറിയിൽ ആ കുട്ടിയെ ഒരു ദിവസം പാർപ്പിച്ചു എന്ന് പറയുന്ന ആ മുറിയിലെ CCTVയുടെ ഹാർഡ് ഡിസ്ക് ആണ് ഇത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ഈ രക്ഷപ്പെട്ട പ്രതിയോ മറ്റോ ആണ് അത് ആ കിണറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതാണ് ഇന്നലെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നത്. കിണറ്റിൽ ഇറങ്ങിയായിരുന്നത് അവർ എടുത്തത്. അതിൻ്റെ ഒരു പരിശോധനയാണ് ഇന്ന് സൈബർ സെല്ലിൻ്റെ നേതൃത്വത്തിൽ നടക്കുക. ഇതിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു നിർണായക വിവരം ലഭിക്കുമോ എന്ന് ഒരു പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ അതിഥി തൊഴിലാളികളുടെ മകളെ, പ്രായപൂർത്തിയാകാത്ത മകളെ സുഹൃത്തും ഇത്തരത്തിൽ പീഡനത്തിനിരയാക്കിയത്. അതിനു പിന്നാലെ തന്നെ ആ കുട്ടിയെ വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഈ കുട്ടിയുടെ പരാതിയിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഉന്മേഷ്. മിഥില ബാലൻ, കോഴിക്കോട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാരുണ്യ സ്പർശവുമായി സമസ്ത കേരള സുന്നി യുവജന സംഘം. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി ഉച്ചഭക്ഷണം വിതരണം ചെയ്താണ് സംഘടന മാതൃകയാകുന്നത്. ഭക്ഷ്യമന്ത്രി GR അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. സമസ്ത കേരളം സുന്നി യുവജന സംഘം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കാരുണ്യ പ്രവർത്തനം നടത്തുന്നത്. എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഞ്ഞി വിതരണം ആരംഭിക്കും. വിശക്കുന്നവർക്ക് കൈത്താങ്ങാവുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഭക്ഷണ വിതരണം. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ തുടക്കം കുറിച്ചു. ഇപ്പോൾ ഏതാണ്ട് 9 മാസമായി അവിടെയുള്ള ക്യാൻസർ രോഗികൾക്കും അവിടുത്തെ കൂട്ടിരിപ്പുകാർക്കും എല്ലാ ദിവസവും കഞ്ഞി, അതോടൊപ്പം അത്യാവശ്യം അതിനോടനുബന്ധിച്ച് കൊടുക്കുന്ന കുറച്ച് പയർ കാര്യങ്ങൾ. ഉച്ചക്കഞ്ഞി വിതരണത്തിന്റെ ഉദ്ഘാടനം ഭക്ഷ്യമന്ത്രി GR അനിൽ നിർവഹിച്ചു. എത്രയോ വർഷക്കാലമായി മാതൃകയാർന്ന പ്രവർത്തനമാണ്. മുടങ്ങാതെ അവരത് കൃത്യമായി മറ്റു പല അസൗകര്യങ്ങൾക്കിടയിൽ നടത്തുന്നത് വളരെ വളരെ നല്ലൊരു കാര്യമാണ്. വിഷരഹിതമായി ജൈവ സാങ്കേതിക വിദ്യയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമുക്കിവിടെ ലഭിക്കുന്നത് എന്ന് കാണുമ്പോൾ അത് അതിനേക്കാൾ വലിയ സന്തോഷം പകരുന്ന കാര്യമാണ്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തുന്ന സേവനങ്ങൾക്ക് പിന്നാലെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കാരുണ്യ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത്. 24 തിരുവനന്തപുരം. സിസ്റ്റർ അഭയ ആക്ഷൻ കൗൺസിൽ കൺവീനറായിരുന്ന ജോമോൻ പുത്തൻപുരയ്ക്കലിനെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ 3 പ്രതികൾക്ക് 6 മാസം തടവും 10,000 രൂപ വീതം പിഴയും അഡ്വക്കേറ്റ് AX വർഗീസ്, കലാകൗമുദി എഡിറ്റർ M സുകുമാരൻ, റിപ്പോർട്ടർ PM ബിനുകുമാർ എന്നിവരെയാണ് ശിക്ഷിച്ചത്. 2010 സെപ്റ്റംബർ 5-ന് കലാകൗമുദിയിൽ പ്രസിദ്ധീകരിച്ച അഭയയെ കൊന്നവർ രക്ഷപ്പെടുമെന്ന ലേഖനത്തിനെതിരെയായിരുന്നു കേസ്. ജോമോൻ പുത്തൻപുരയ്ക്കലിനോട് കലാകൗമുദി വാരികയിലൂടെ എഡിറ്റർ M സുകുമാരൻ നിരുപാധികം മാപ്പ് പറഞ്ഞെങ്കിലും കോടതി ഇത് തള്ളി. തൃപ്പൂണിത്തുറ 1ാം ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് ആതിര RS പണിക്കരാണ് ശിക്ഷ വിധിച്ചത്. ഫ്ലവേഴ്സിന്റെ ഓണരഥം വർണ്ണാഭമാക്കി കൊട്ടാരക്കര IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് പ്രയാണം ആരംഭിച്ച് 2ാം ദിനമാണ് ഓണരഥം കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചത്. മാവേലിയും ഓണപ്പാട്ടും വഞ്ചിപ്പാട്ടും തിരുവാതിരയും എല്ലാം കോർത്തിണക്കിയായിരുന്നു കൊട്ടാരക്കരയിൽ ഓണരഥത്തിനുള്ള വരവേൽപ്പ്. കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികൾക്കൊപ്പം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 2 സെക്കൻഡ് റണ്ണറപ്പ് അക്ഷിത് K അജിത്, സീസൺ 4 ഫൈനലിസ്റ്റ് നിവേദ്യ P കുമാർ എന്നിവരുടെ ഗാനങ്ങളും ശ്രദ്ധേയമായി. മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് സമ്മാനങ്ങളും നൽകി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉയർന്ന ആരോപണങ്ങൾ തള്ളി ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫ്. ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം വ്യക്തിപരമെന്നും ജില്ലാ കമ്മിറ്റിക്ക് ഉത്തരവാദിത്തമില്ലെന്നും സിജോ ജോസഫ് ഫേസ്ബുക്കിൽ കുറിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് അയച്ചതിനെ തുടർന്ന് 2 KSU പ്രവർത്തകർ സംഘടനാ പ്രവർത്തനം അവസാനിപ്പിച്ചു പോയെന്നായിരുന്നു ജില്ലാ സെക്രട്ടറി ആഷിഖാരോട് ആരോപിച്ചിരുന്നത്. നിതിൻ അംബുജനാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. നിതിൻ, ഗുഡ് മോർണിംഗ്. ആഷിഖാരോടിന്റെ ഒരു വാട്സപ്പ് മെസ്സേജ് അത് കഴിഞ്ഞ ദിവസം ചർച്ചയായിരുന്നു. ഇപ്പോൾ അതിനെ തള്ളിക്കൊണ്ടാണല്ലോ നേതൃത്വം രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇത് ഇവിടെയും ഇക്കാര്യത്തിൽ നിലപാടിൽ ഒരു ഭിന്നതയുണ്ടെന്നാണോ കാണിക്കുന്നത്?
ക്രിസ്റ്റീന, ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. ആഷിഖ് കാരോത്തിന്റെയും അതോടൊപ്പം തന്നെ ചെറിയാൻ ജോർജിന്റെയും ഈ രണ്ടുപേരുടെയും വാട്സപ്പ് സന്ദേശം ഇന്നലെ വലിയ ചർച്ചയായിരുന്നു. എറണാകുളം ജില്ലാ യൂത്ത് കോൺഗ്രസ് വാട്സപ്പ് ഗ്രൂപ്പിലായിരുന്നു ഈ വാട്സപ്പ് സന്ദേശം വന്നത്. അതായത് ആഷിഖ് കാരോത്ത് ആരോപിച്ചത് തനിക്കറിയാവുന്ന 2 KSU പ്രവർത്തകർക്ക് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് അയച്ചു. അതിനുശേഷം പാർട്ടി പ്രവർത്തകരെ അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടെന്നായിരുന്നു ആഷിഖ് കാരോത്ത് ആരോപിച്ചത്. അതോടൊപ്പം തന്നെ ചെറിയാൻ ജോർജ് ആണെങ്കിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഏതാണ്ട് 70% പെൺകുട്ടികൾക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം എന്നുള്ളൊരു വിമർശനം ഉന്നയിച്ചിരുന്നു. അങ്ങനെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിന് വിമർശനം ഉയർന്നത്. വലിയ അമർഷമാണ് യൂത്ത് കോൺഗ്രസ് പുകയുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ജില്ലാ പ്രസിഡന്റായ സിജോ ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന സന്ദേശം അത് ജില്ലാ കമ്മിറ്റിയുടേതല്ല. അത്തരമൊരു ആരോപണം ജില്ലാ കമ്മിറ്റി ഔദ്യോഗികമായി തന്നെ എവിടെയും ഉന്നയിച്ചിട്ടില്ല. ഈ ഒരു വിമർശനം വന്നതിന് പിന്നാലെ തന്നെ സമൂഹ മാധ്യമങ്ങളടക്കം എറണാകുളം ജില്ലാ കമ്മിറ്റിക്കെതിരെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. അതിനുശേഷമാണ് ഇത്തരമൊരു വിശദീകരണം എന്തായാലും ജില്ലാ പ്രസിഡന്റ് ഭാഗത്തും വന്നിരിക്കുന്നത്. ആരോപണം വ്യക്തിപരമാണെന്നും അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റിക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ഉത്തരവാദിത്വമില്ലെന്നാണ് സിജോ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഇതിൽ അഭിപ്രായമുണ്ടെങ്കിൽ അത് പറയേണ്ട വേദിയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പറയും. അതിൽ സമൂഹ മാധ്യമങ്ങൾ ഇത്തരം വിമർശനങ്ങളിലേക്ക് കടക്കുന്നില്ല. വലിയ അമർഷം എന്തായാലും യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയിലെ പ്രവർത്തകർക്കിടയിൽ ഉണ്ട്. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നതിന് ശേഷം ഇത് ഏത് തരത്തിൽ ന്യായീകരിക്കണം എന്ന ചോദ്യമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം ഉന്നയിക്കുന്നത്. അതിനിടയിലാണ് ഇന്നലെ വാട്സപ്പ് സന്ദേശം വരികയും പിന്നീട് വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഓൺലിയാക്കി മാറ്റുകയും ചെയ്തിരുന്നത്. ക്രിസ്റ്റീന. നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി നോക്കാം ചില അറിയിപ്പുകൾ. സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിൽ ഇന്ന് വെളിച്ചെണ്ണയ്ക്ക് പ്രത്യേക വിലക്കുറവ്. ഒരു ദിവസത്തേക്കുള്ള പ്രത്യേക വിലക്കുറവാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 12 രൂപ കുറച്ചാണ് ഇന്ന് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിൽ വെളിച്ചെണ്ണ വിൽക്കുക. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ITIയിൽ ഒഴിവുള്ള ട്രേഡുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ അപേക്ഷ ക്ഷണിച്ചു. നാളെ മുതൽ ഈ മാസം 30-ന് ഉച്ചയ്ക്ക് 12:30 വരെ അപേക്ഷ സമർപ്പിക്കാം. തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒഴിവുള്ള MTech സീറ്റുകളിലേക്ക് നാളെ മുതൽ 3 ദിവസങ്ങളായി സ്പോട്ട് അഡ്മിഷൻ നടത്തും. താൽപര്യമുള്ളവർ ആവശ്യമായ രേഖകളുമായി ഈ തീയതികളിൽ രാവിലെ 11:30 മുൻപായി കോളേജിലെത്തി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കണം. മലപ്പുറം കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലുള്ള അംഗനവാടികളിലെ ഹെൽപ്പർ തസ്തികയിൽ വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. നാളെ മുതൽ സെപ്റ്റംബർ 25 വരെ അപേക്ഷകൾ സ്വീകരിക്കും. 10ാം ക്ലാസ് പാസ്സാകാത്തവർക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോമിന്റെ മാതൃക ICDS പ്രോജക്ട് ഓഫീസ്, മലപ്പുറം റൂറൽ, കോട്ടക്കൽ മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കും. കേരള ഫോക്ലോർ അക്കാദമിയുടെ കോട്ടയം വെള്ളാവൂർ സബ് സെന്ററിൽ ദിവസവേതനടിസ്ഥാനത്തിൽ കോർഡിനേറ്റർ കം ക്ലർക്ക് നിയമനത്തിന് ഓഗസ്റ്റ് 30 രാവിലെ 11 മണിക്ക് അഭിമുഖം നടക്കും. ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. താൽപര്യമുള്ളവർ കോട്ടയം വെള്ളാവൂർ സബ് സെന്ററിൽ നടക്കുന്ന അഭിമുഖത്തിൽ അസൽ സർട്ടിഫിക്കറ്റുകളുമായി എത്തിച്ചേരണം. ഇനി വാർത്താലോകം. കഴിഞ്ഞ 5 പതിറ്റാണ്ടിനിടെ ആദ്യമായി അമേരിക്കയിൽ കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടായതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. കുടിയേറ്റക്കാരുടെ എണ്ണം കുറഞ്ഞെങ്കിലും US ജനസംഖ്യയുടെ 15.4% ഇപ്പോഴും കുടിയേറ്റക്കാരാണ്. മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പ്രസിഡന്റ് ട്രംപിന്റെ പുതിയ കുടിയേറ്റ നയങ്ങളാണ് കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ ഈ കുറവിന് പ്രധാന കാരണം. 2025 ആദ്യ പകുതിയിൽ കുടിയേറ്റക്കാരുടെ എണ്ണം 51.9 ദശലക്ഷത്തിലെത്തിയെന്ന് പ്യൂ റിസർച്ച് സെന്ററിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ട്രംപ് 2ാം തവണ അധികാരമേൽക്കുമ്പോൾ ഇത് 53.3 ദശലക്ഷമായിരുന്നു. അതായത് 1.4 ദശലക്ഷത്തിന്റെ കുറവ്. പുതിയ അതിർത്തി നയങ്ങൾ, കൂട്ടത്തോടെ ഉള്ള നാടുകടത്തൽ, സ്വമേധയാ രാജ്യം വിട്ടുപോകൽ എന്നിവയാണ് ഈ കുറവിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ കണക്കനുസരിച്ച് 1.6 ദശലക്ഷം കുടിയേറ്റക്കാർ സ്വന്തം ഇഷ്ടപ്രകാരം അമേരിക്ക വിട്ടുപോയി. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് 200 ദിവസത്തിനുള്ളിൽ 3,32,000-ലധികം ആളുകളെ നാടുകടത്തി. ഇതിനു പുറമെ ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ്, ഷിക്കാഗോ തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് 3,59,000 അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തു. കുടിയേറ്റക്കാരുടെ എണ്ണം കുറഞ്ഞെങ്കിലും US ജനസംഖ്യയുടെ 15.4% ഇപ്പോഴും കുടിയേറ്റക്കാരാണ്. US തൊഴിലാളികളുടെ 19% വിദേശികളാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ട്രംപ് ഭരണകൂടം അനധികൃത അതിർത്തി കടക്കൽ പ്രതിമാസം 5,000-ൽ താഴെയായി കുറച്ചു. അഭയാർത്ഥികൾ, വിസ ഉടമകൾ
വിദേശ വിദ്യാർത്ഥികൾ എന്നിവർക്കുള്ള നിയമങ്ങൾ കർശനമാക്കുവാനും ട്രംപ് സർക്കാർ നടപടിയെടുക്കുന്നുണ്ട്. വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തുടരുക, ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുക, തീവ്രവാദവുമായി ബന്ധം പുലർത്തുക തുടങ്ങിയ നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുവാൻ വിസ ഉടമകളെ കർശനമായി നിരീക്ഷിക്കുന്നുണ്ട്. എന്തെങ്കിലും ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ നാടുകടത്തൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയ്ക്ക് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണം. കഴിഞ്ഞ രാത്രിയാണ് മോസ്കോ നഗരത്തെ ലക്ഷ്യമാക്കി ഡ്രോൺ ആക്രമണം നടന്നത്. റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം ഡ്രോണുകളെ തകർത്തുവെന്നാണ് റിപ്പോർട്ടുകൾ. മുന്നറിയിപ്പിന്റെ ഭാഗമായി മോസ്കോ ഉൾപ്പെടെ വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. 3 മണിക്കൂറിനിടെ റഷ്യൻ വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ 32 ഡ്രോണുകൾ തകർത്തതായി അധികൃതർ അറിയിച്ചു. ഡ്രോൺ ആക്രമണത്തിന് പിന്നിൽ ആരെന്നത് വ്യക്തമല്ല. മോസ്കോയിലേക്ക് പറന്നുയർന്ന ഒരു ഡ്രോൺ റഷ്യൻ വ്യോമ പ്രതിരോധ സേന വെടിവെച്ചിടുകയും ചെയ്തു. തകർന്നു വീണ ഭാഗങ്ങൾ വിദഗ്ധർ പരിശോധിച്ചു വരികയാണെന്നും മോസ്കോ മേയർ സെർജി സോബിയാനിൻ പറഞ്ഞു. മോസ്കോയുടെ കിഴക്കും ഇഷെവ്സ്ക്, നിഷ്നി, സമാര, പെൻസ, ടാംബോവ്, ഉലിയാനോവ്സ്ക് എന്നീ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങളാണ് നിർത്തിവച്ചിരിക്കുന്നത്. നോക്കാം ചില അന്തർദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. ബഹ്റൈനിൽ അടുത്ത മാസം സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായി പ്രത്യേക ഗതാഗത ക്രമീകരണങ്ങൾ നടപ്പിലാക്കും. തിരക്കേറിയ സമയങ്ങളിൽ ഗതാഗതം സുഗമമാക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. സ്കൂൾ മേഖലകളിൽ ബോധവൽക്കരണം നടത്തുമെന്നും മേജർ ജനറൽ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അറിയിച്ചു. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്കായി ആദ്യമായി പെൻഷൻ പദ്ധതി നടപ്പാക്കുന്നു. നിലവിലെ സൗദി പൗരന്മാർക്ക് മാത്രമുള്ള ഈ സൗകര്യം പ്രവാസികൾക്ക് ലഭ്യമാക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് IMF അറിയിച്ചു. പബ്ലിക് പെൻഷൻ ആൻഡ് സേവിങ്സ് എന്ന പേരിലായിരിക്കും ഈ പദ്ധതി. വേനൽ അവധിക്ക് ശേഷം സൗദി അറേബ്യയിലെ സ്കൂളുകൾ ഇന്നു മുതൽ ആരംഭിക്കും. രാജ്യത്തുടനീളം 60 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ ഇന്ന് സ്കൂളിലേക്ക് തിരികെ എത്തും. മക്ക, മദീന, ജിദ്ദ, ത്വായിഫ് എന്നിവിടങ്ങളിൽ ഈ മാസം 31 മുതലായിരിക്കും അധ്യയനം ആരംഭിക്കുക. ഹജ്ജ്, ഉംറ സീസണുകൾ കണക്കിലെടുത്താണ് ഈ തീരുമാനം. ദുബായിൽ പ്രസവത്തിന് തൊട്ടുമുൻപ് ഗർഭസ്ഥ ശിശു മരിക്കാനിടയായ സംഭവത്തിൽ മാതാപിതാക്കൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ദുബായ് സിവിൽ കോടതി. ഡോക്ടേഴ്സും നഴ്സസും കുഞ്ഞിന്റെ മാതാപിതാക്കൾക്ക് 2 ലക്ഷം ദിർഹം നഷ്ടപരിഹാരം നൽകണമെന്നാണ് സിവിൽ കോടതിയുടെ വിധി. പ്രസവത്തിന് ചുമതലയുണ്ടായിരുന്ന 2 ഡോക്ടേഴ്സിനും 2 നഴ്സസിനുമെതിരെയാണ് ഉത്തരവ്. സൗദിയിൽ വാഹനാപകടത്തിൽ ഇന്ത്യക്കാരായ 2 എഞ്ചിനീയർമാർക്ക് ദാരുണാന്ത്യം. ദമാം റിയാദ് ഹൈവേയിൽ ഉറായിറിക്കടുത്താണ് അപകടമുണ്ടായത്. ചെന്നൈ സ്വദേശി ഷസീബ് അഹമ്മദ് മുഹമ്മദ്, ഹൈദരാബാദ് സ്വദേശി ഷബാസ് മെഹബൂബ് അലി ഷെയ്ഖ് എന്നിവരാണ് മരിച്ചത്. സംസ്ഥാനത്ത് പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണത്തിൽ വർധന. ഒരു മാസത്തിനിടെ 46 പനിമരണമാണ് റിപ്പോർട്ട് ചെയ്തത്. എലിപ്പനി ബാധിച്ച് 28 പേരാണ് മരിച്ചത്. MG പ്രതീഷ് ഉണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഈ പനിമരണം കൂടുന്നത് ആശങ്കയാവുന്നുണ്ടല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രതീഷ്? ഉന്മേഷ, സംസ്ഥാനത്ത് പകർച്ചപ്പനി പിടിമുറുക്കുകയാണ്. പ്രതിദിനം പനി ബാധിച്ച് ചികിത്സ തേടുന്ന രോഗികളുടെ എണ്ണത്തിൽ ഉൾപ്പെടെ വലിയ വർധനവാണ്. പക്ഷേ ആശങ്കപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം പനി ബാധിച്ച മരിക്കുന്നവരുടെ എണ്ണത്തിലും വർധനവ് ഉണ്ടാകുന്നു എന്നതാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ, അതായത് ഈ മാസം 28-ാം തീയതി ആയതേയുള്ളൂ, ഒരു മാസത്തിനിടെ 46 പേർ പനി ബാധിച്ച് മരിച്ചു എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടായിട്ടുള്ളത് എലിപ്പനി ബാധിച്ചാണ്. 28 പേർ എലിപ്പനി ബാധിച്ച് മരിച്ചു. 3 പേർ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചു എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. ഇൻഫ്ലുവൻസ ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 10 ആണ്. ഒപ്പം മറ്റ് രോഗങ്ങൾ ഉൾപ്പെടെ പനിക്ക് സമാനമായ രോഗങ്ങൾ ഉൾപ്പെടെ പിടിമുറുക്കുന്നുണ്ട്. ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം അമീബിക് മസ്തിഷ്ക ജ്വരമാണ്. കോഴിക്കോട് ഉൾപ്പെടെ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്തും പനി ബാധിച്ച് മരിച്ച ഒരാൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്നാണ് ആരോഗ്യവകുപ്പ് സംശയിക്കുന്നത്. ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടെ 14 കേസുകൾ അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സംശയിക്കുന്നുണ്ട്. ഇതിൽ 3 കേസുകൾ അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം 3 മരണങ്ങൾക്ക് കാരണവും അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന സംശയം ആരോഗ്യവകുപ്പിനുണ്ട്. അത് വൈകാതെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു സ്ഥിരീകരണം ഉണ്ടാകും. ആരോഗ്യവകുപ്പ് പ്രത്യേക ഒരു ജാഗ്രതാ നിർദ്ദേശം ഈ കേസുകളിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജലാശയങ്ങളിൽ മലിനജലത്തിൽ
ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നതാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. മലിനജലത്തിലൂടെയാണ് ഈ മസ്തിഷ്ക ജ്വരം പടരാനുള്ള സാധ്യതയുള്ളത്. രോഗം പിടിപെട്ടാൽ അത് മരണം നിരക്കും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത ഇക്കാര്യത്തിൽ പാലിക്കണം. ഒപ്പം ഏതെങ്കിലും തരത്തിൽ പനി ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ സ്വയം ചികിത്സ ഒഴിവാക്കി ആശുപത്രിയിൽ ചികിത്സ തേടണമെന്ന നിർദ്ദേശം കൂടിയാണ് ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ കാര്യം കൂടി ഉണ്ടല്ലോ, അത് നിലവിൽ വടക്കൻ ജില്ലകളിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിലവിലെ സാഹചര്യം എങ്ങനെയാണ് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നത്? ഈ മരിച്ച 3 പേർക്ക് മസ്തിഷ്ക ജ്വരം എന്നാണല്ലോ ഈ കണക്കുകൾ, പ്രതീക്ഷ. ഉന്മേഷ, തീർച്ചയായും. കാരണം ആശങ്കപ്പെടുത്തുന്നതാണ്. നേരത്തെ തെക്കൻ ജില്ലകളിലായിരുന്നു അമീബിക് മസ്തിഷ്ക ജ്വരം കൂടുതലായി സ്ഥിരീകരിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട് ജില്ലയിലും അതിൻ്റെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നേരത്തെ മരിച്ച ഒരാൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് ആരോഗ്യവകുപ്പ് നൽകുന്നത് ഈ ജലാശയങ്ങളിൽ ഇറങ്ങുന്നത്, തല മുങ്ങിക്കുളിക്കുന്നത് ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. പലപ്പോഴും ജലാശയങ്ങളിൽ നിന്ന് ഈ രോഗം തലച്ചോറിലേക്ക് അല്ലെങ്കിൽ രോഗാണു തലച്ചോറിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല, ഈ രോഗാണു ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചാൽ അത് രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്നതിൽ ചിലപ്പോൾ കാലതാമസം ഉണ്ടാകാം. പക്ഷേ അത് പെട്ടെന്ന് തന്നെ ഗുരുതരമാകാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് അത്തരത്തിലൊരു മുൻകരുതൽ നടപടികളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടവും എടുക്കുന്നത്. തിരുവനന്തപുരത്തും ഒരു കേസ് റിപ്പോർട്ട് ചെയ്തതിൽ മസ്തിഷ്ക ജ്വരമാണെന്ന് ആരോഗ്യവകുപ്പ് സംശയിക്കുന്നു. ഇന്നലെ ആരോഗ്യവകുപ്പ് അധികൃതർ തിരുവനന്തപുരം ബാലരാമപുരത്തെ ഈ ജലാശയങ്ങൾ ഉൾപ്പെടെ പരിശോധന നടത്തി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ സമാനമായ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടണമെന്നതാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. മെഡിക്കൽ കോളേജിൽ ഒരാഴ്ചയായി ചികിത്സയിലായിരുന്ന ബാലരാമപുരം സ്വദേശി അനിൽകുമാർ ആയിരുന്നു ഇന്നലെ മരിച്ചത്. പക്ഷേ അദ്ദേഹം ഈ ജലാശയങ്ങളിൽ നിന്നൊന്നും തന്നെ ഇറങ്ങിയിട്ടില്ല എന്നതാണ് കുടുംബം ഉൾപ്പെടെ പറയുന്ന കാര്യം. പക്ഷേ ഈ മരണകാരണം സംബന്ധിച്ച് ആരോഗ്യവകുപ്പിനും ചില ആശങ്കകൾ, സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് ദൂരീകരിക്കുന്നതിനുള്ള പരിശോധനകൾ ആരോഗ്യവകുപ്പും നടത്തുന്നത്. കോഴിക്കോട് ജില്ലയിലും അതീവ ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജലാശയങ്ങൾ ഉൾപ്പെടെ പരിശോധന നടത്തുകയും സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രോഗം സ്ഥിരീകരിച്ചാൽ പെട്ടെന്ന് തന്നെ ഈ രോഗി ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഈ മസ്തിഷ്ക ജ്വര കേസുകളിലുള്ളത്. അതുകൊണ്ടാണ് ഒരു പ്രത്യേക ജാഗ്രത അമീബിക് മസ്തിഷ്ക ജ്വര കേസുകളിൽ വേണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഉന്മേഷ, ശരി. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നിലെ ഗൂഢാലോചന NIA അന്വേഷിക്കണമെന്ന് BJP. ഗൂഢാലോചന നടത്തിയവരെയും ഇവർക്ക് ഫണ്ട് നൽകിയവരെയും കണ്ടെത്താൻ NIA അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് R. അശോക പറഞ്ഞു. കസ്റ്റഡിയിലെടുത്ത ചിന്നയ്യയെ SIT സംഘം കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. വെളിപ്പെടുത്തലിന് മുൻപും ശേഷവും ചിന്നയ്യയുമായി ബന്ധപ്പെട്ടവരെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മുഹമ്മദ് റഹീസ്, ഇതുമായി ബന്ധപ്പെട്ടൊരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ തെളിവുകൾ ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് BJPയുടെ ഇപ്പോഴത്തെ നിലപാട് ഈ വിഷയത്തിൽ, മുഹമ്മദ് റഹീസ്? ഉന്മേഷ്, ഈ മുൻ ശുചീകരണ തൊഴിലാളി അതായത് ചിന്നയ്യ എന്ന ആൾ ആരൊക്കെയുമായും സംസാരിച്ചിട്ടുണ്ട്? ഈ വെളിപ്പെടുത്തൽ നടത്തിയതിനു മുൻപും ശേഷവും ആരൊക്കെ കണ്ടിട്ടുണ്ട്, ഇയാളെ ആരൊക്കെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടും ഇപ്പോൾ SIT സംഘം അന്വേഷണം നടത്തുന്നത്. പ്രത്യേകിച്ചും ഇയാൾ ആദ്യം ഈ കോടതിയിൽ കൊണ്ടു നൽകിയ തലയോട്ടിയുമായി ബന്ധപ്പെട്ട് വലിയ ഒരു വെളിപ്പെടുത്തലാണ് അയാൾ ഇന്നലെ ഉണ്ടായത്. അതായത് താൻ കുഴിച്ചെടുത്ത തലയോട്ടിയല്ല അത്, അല്ലെങ്കിൽ താൻ കുഴിച്ചിട്ട മൃതദേഹത്തിന്റെ തലയോട്ടിയല്ല എന്ന തരത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തൽ നടത്തിയതായിട്ടാണ് SIT സംഘം പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ തലയോട്ടി ഇയാൾക്ക് നൽകിയത്, ഇത് ആരൊക്കെ ചേർന്നിട്ടാണ് ഇയാളെ കൊണ്ട് ഇത് കോടതിയിൽ എത്തിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ പരിശോധിക്കുന്നത്. അപ്പോൾ പല സംഘങ്ങളുടെയും പേരുകൾ ഇതിനോടകം തന്നെ ആരോപണമായി ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് അവരൊക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നടത്തും എന്ന് SIT വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ പലരെയും ഈ SIT ഓഫീസിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്യുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇതിൽ പ്രധാനമായിട്ടും BJP പറയുന്നത് പല സംസ്ഥാനങ്ങളിൽ നിന്നും ഒപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും അടക്കം ഈ ഒരു ആരോപണം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് വന്നിട്ടുണ്ട്, പണം വന്നിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം BJP ഉന്നയിക്കുന്നുണ്ട്. അത് നേരത്തെ BJPയുടെ പ്രതിപക്ഷ
നേതാവായിട്ടുള്ള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ആർ അശോക കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളെ കുറിച്ച് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ അത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് പോലും ഫണ്ട് വന്നിട്ടുണ്ട് എന്ന നിലയിലേക്കാണ് ഇപ്പോൾ BJPയുടെ ആരോപണം. അതുകൊണ്ട് തന്നെ NIA അന്വേഷണം വേണമെന്ന് അവർ പറയുന്നുണ്ട്. ചിന്നയ്യ എന്ന ഒറ്റയാളിൽ കേന്ദ്രീകരിച്ച് മാത്രം അന്വേഷണം മുന്നോട്ട് പോകാതെ മറിച്ച് ഇയാളുമായി ആരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇയാളുമായി ഫോൺ ചെയ്തിട്ടുള്ള ആളുകൾ, ഇയാളെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുള്ള ആളുകൾ, ഈ വെളിപ്പെടുത്തൽ നടത്തിയതിന് മുൻപും ശേഷവും ഇയാളെ സംരക്ഷിച്ചിട്ടുള്ള ആളുകൾ, ഇവരെയൊക്കെയും കേന്ദ്രീകരിച്ച് വലിയ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് BJP പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കാനും ഈ സർക്കാർ ക്ഷേത്രത്തിനെതിരായിട്ട് ഒരാൾ ഒരു ആരോപണം പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ ഒരു SIT വെക്കുകയും അവിടെ മുഴുവൻ കുഴിച്ചു പരിശോധിക്കുകയും ഏതാണ്ട് 2-2.5 ആഴ്ചയോളം ക്ഷേത്രത്തിനെ വലിയ രീതിയിൽ അതിന്റെ ഇമേജിനെ കളങ്കപ്പെടുത്തുന്ന തരത്തിൽ, പവിത്രതയെ ബാധിക്കുന്ന തരത്തിലൊക്കെയും അന്വേഷണം നടത്തി എന്നുകൂടിയുള്ള ആരോപണം BJP ശക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഓരോ ദിവസവും ഓരോ ജില്ലകളിൽ പ്രതിഷേധ പരിപാടികളും ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരും കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നു. മാത്രമല്ല ഈ സുജാത ഭട്ട്, അനന്യ ഭട്ട് എന്ന മകളുണ്ടെന്നും ആ മകളെ ധർമ്മസ്ഥലയിൽ വെച്ച് കാണാതായും എന്നുള്ളൊരു പരാതി നൽകിയ സുജാത ഭട്ടിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഒരു വശത്ത് നടക്കുകയാണ്. അങ്ങനെ അത്തരത്തിൽ കൂടുതൽ സങ്കീർണമായിട്ടുള്ള രീതിയിലേക്ക് ധർമ്മസ്ഥലം മാറിയിരിക്കുന്നു. പ്രധാനമായിട്ടും ഇയാൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ആര് എന്ന് കണ്ടെത്താനുള്ള നീക്കത്തിലാണ് SIT ഇപ്പോൾ ഉള്ളത്. ഉന്മേഷ്. ശരി, മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ആലുവ കീഴ്മാട് ഇരുചക്ര വാഹനത്തിൽ പിക്കപ്പ് വാൻ ഇടിച്ച് മധ്യവയസ്കൻ മരിച്ചു. കീഴ്മാട് സ്വദേശി കാസിമാണ് മരിച്ചത്. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. നിതിൻ, എപ്പോഴായിരുന്നു ഈ അപകടം? കൂടുതൽ വിവരങ്ങൾ. ക്രിസ്റ്റീന, ഇന്ന് പുലർച്ചെയാണ് ആലുവ തോട്ടുമുഖത്ത് പിക്കപ്പ് ആലുവ കീഴ്മാടാണ് ഇരുചക്ര വാഹനത്തിൽ പിക്കപ്പ് വാൻ ഇടിച്ച് മധ്യവയസ്കൻ മരിച്ചത്. കീഴ്മാട് സ്വദേശി കാസിമാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് ഈ അപകടമുണ്ടായത്. നിതിൻ അംബുജൻ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ശ്രമിക്കുകയായിരുന്നു. സാങ്കേതിക പ്രശ്നത്തെ തുടർന്നാണ് കോൾ കട്ടായത്. കോതമംഗലം ഊന്നുകൽ കൊലപാതകത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ച പോലീസ് കൊല്ലപ്പെട്ട ശാന്തയുടെ ഫോൺ രേഖകൾ പരിശോധിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചെന്ന് പറഞ്ഞ പോലീസ് മറ്റു വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ശാന്തയുടെ ആഭരണങ്ങൾ തട്ടിയെടുക്കാൻ നടത്തിയ കൊലപാതകം എന്നാണ് പോലീസ് കരുതുന്നത്. ലാൽ കൃഷ്ണൻ ഇപ്പോൾ വിവരങ്ങളുമായി തൊടുപുഴയിൽ ചേരുന്നുണ്ട്. ലാൽ, ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം എന്താണ് ലാൽ? ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലുള്ള പോലീസിന്റെ അനുമാനം എന്ന് പറയുന്നത് മോഷണത്തിന് വേണ്ടിയിട്ടുള്ളത് എന്ന് തന്നെയാണ്. സാധാരണഗതിയിൽ പോലും പുറത്തു പോകുമ്പോൾ ശാന്ത 12 പവനോളം സ്വർണവും ധരിച്ചുകൊണ്ടാണ് പോകാറുള്ളത്. ആശുപത്രിയിലേക്കാണെങ്കിൽ പോലും അങ്ങനെ പോകാറുണ്ട് എന്ന് മക്കൾ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബോഡി കണ്ടെത്തിയ സമയത്ത്, മൃതദേഹം കണ്ടെത്തിയ സമയത്ത് സ്വർണ്ണാഭരണങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളത് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ മോഷണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് പോലീസ് എത്തിയിരിക്കുന്ന അനുമാനം. പ്രതിയെക്കുറിച്ച് കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്, പ്രതിയിലേക്ക് അടുത്തിരിക്കുകയാണ് എന്ന് പറയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പോലീസ് കൈമാറിയിട്ടില്ല. പ്രധാനമായിട്ടും അത് പ്രതിയെ രക്ഷപ്പെടാൻ സഹായിക്കും, അല്ലെങ്കിൽ ആ വിവരം പ്രതിക്ക് ചോർന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ കേസുമായി ബന്ധപ്പെട്ട് നിർണായക ഘട്ടത്തിലാണ് എന്നൊരു കാര്യം കൂടി പ്രത്യേക അന്വേഷണ സംഘം വെളിപ്പെടുത്തിയിട്ടുണ്ട്. മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്ക് പുറമെ പെരുമ്പാവൂർ ACP കൂടി അടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസിൽ ഇപ്പോൾ നിലവിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിയുമായി അടുത്ത ബന്ധമുള്ള ആളുകളെ അടക്കം നിലവിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് കഴിഞ്ഞു എന്നൊരു കാര്യം കൂടി അറിയുന്നുണ്ട്. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ, അതായത് ഇന്നോ നാളെയോ ആയി തന്നെ പ്രതി പിടിയിലാകും എന്നുള്ളതാണ് നിലവിൽ നൽകുന്ന വിവരം. ശരി, ശാന്തയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതോടെ മോർണിംഗ് ന്യൂസ് പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.